ഗ്രൗണ്ടിൽ ഒരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി ആയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ ആ പരിക്ക് പറ്റിയ വ്യക്തിയെ ഒരു സേഫ് ആയിട്ട് ഒരു തുറസായ സ്ഥലത്ത് കിടത്തുക. എന്നിട്ട് ആ പരിക്ക് പറ്റിയ ഭാഗം അനക്കാതെ വെക്കുക. മിക്ക സമയത്തും കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു മുട്ടിനാണ് പരിക്ക് പറ്റിയെങ്കിൽ ഒരു 3ഓ 4ഓ പ്രാവശ്യം മുട്ട് മടക്കുകയും നിവൃത്തിയും ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു ചെറിയ ഇഞ്ചുറി ചിലപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ കാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ ഇഞ്ചുറി ചിലപ്പോൾ വലുതാവാം. അതിനുശേഷം നമുക്കൊരു ഐസ് പാക്ക് അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് അവൈലബിൾ ആണെങ്കിൽ ഒരു 10 മിനിറ്റ്സ് ആ പരിക്ക് പറ്റിയ സ്ഥലത്ത് ഐസ് പാക്സ് വെക്കാം. ഒരു ലൈറ്റ് കംപ്രഷൻ അവിടെയുള്ള ഒരു ബാൻഡേജോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ട് ഒരു ലൈറ്റ് കംപ്രഷൻ കൊടുത്ത് ആ ഭാഗം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ പെയിൻ കുറയും, ഇൻഫ്ലമേഷൻ കുറയും, സ്വെല്ലിംഗ് കുറയും. ഇത് ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഹീലിംഗ് പ്രോസസ്സിനെ വളരെയധികം സഹായിക്കും. അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ ഒബ്സർവ് ചെയ്ത് പെയിൻ കുറഞ്ഞ് സ്വെല്ലിംഗ് ഒക്കെ കുറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് അത്ര വലിയൊരു എമർജൻസി ഇല്ല. പക്ഷേ എന്നാലും സിവിയർ പെയിനും ഇൻഫ്ലമേഷനും സ്വെല്ലിംഗ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ആ സമയത്ത് ഒരു ഓർത്തോപീഡീഷ്യൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് എമർജൻസി പോയി അറ്റ്ലീസ്റ്റ് ഒരു എക്സ്റേ എങ്കിലും എടുത്ത് ഫ്രാക്ചറും ഡിസ്ലൊക്കേഷനും ഇല്ലാന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമുക്കൊരു സ്പോർട്സ് ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു ഓർത്തോപീഡീഷ്യനെ കണ്ട് ബാക്കിയുള്ള MRI ബാക്കി ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടോ എന്ന് നോക്കാവുന്നതാണ്.